ഹായ് സുഹൃത്തുക്കളെ, വോയേജ് ലക്ഷദ്വീപിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിലാണ്. നമ്മുടെ NCCയുടെ SNAC ഇവിടെ നടക്കുകയാണ്. അപ്പോൾ കേരളക്കരയിൽ നിന്നും വന്ന ഏന്നോമാർ, അതുപോലെ തന്നെ നമ്മുടെ GCI പിന്നെ വിനീത, GCI പ്രസന്ന, ഏന്നോ മായ എക്സ്പീരിയൻസ് ഉള്ള മാഡം കൂടിയാണ്. പിന്നെ നമ്മുടെ ശരത് സാർ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരുടെ അഭിപ്രായങ്ങൾ ലക്ഷദ്വീപിലെ ഇതുവരെ നടന്ന നമ്മുടെ SNACയുടെയും ലക്ഷദ്വീപിനെ കുറിച്ച് പലരും ആദ്യമായിട്ടായിരിക്കുമല്ലോ ലക്ഷദ്വീപിൽ വരുന്നത്. അതെ സർ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞേക്കാം. मैडम आपका एक्सपीरियंस पहली बार लक्षद्वीप आने का मौका मिला। नमस्ते सभी को, मेरा नाम विनीता है और मैं पंजाब डायरेक्टरेट से आई हूँ। सबसे अच्छा एक्सपीरियंस रहा शिप में ट्रैवल करना। कभी सोचा नहीं था कि शिप में भी कभी ट्रैवल कर पाऊँगी। लोग सोचते हैं हवाई जहाज़ में बैठेंगे, कभी बहुत ही कम लोग हैं जो ये सोचते हैं कि हमें शिप से ट्रैवल करना चाहिए। तो मैं आप सभी से बोलना चाहूँगी, अपने लाइफ में एक बार शिप से ज़रूर ट्रैवल करें। आपको एक अमेजिंग एक्सपीरियंस होगा। चारों तरफ पानी होगा, बीच में आप लोग होंगे, और उसके बाद अगर आप लक्षद्वीप आ रहे हैं तो लक्षद्वीप के जो लोग हैं वो इतने सिंपल से लोग हैं ना, अगर आप उनको जस्ट देखोगे बिना, वो आपको स्माइल करेंगे। ऐसा वो बिल्कुल भी नहीं सोचेंगे कि कौन से लोग हैं, कहाँ से आ गए हैं, क्यों आ गए हैं हमारे आइलैंड में। उनके फेस पे हमेशा एक वेलकमिंग स्माइल रहती है आप लोगों के लिए। और स्कूबा डाइविंग सबसे बेस्ट अमेजिंग एक्सपीरियंस हम सभी के लिए। एक बार लाइफ में अगर स्कूबा डाइविंग नहीं किया तो फिर क्या ही किया। दैट इज़ ऑल फ्रॉम माई साइड। ओवर टू माया मैम। നമസ്കാരം. ഞാൻ ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ്. ലക്ഷദ്വീപ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷമുള്ളതാണ്. കാരണം ഇവിടുത്തെ കുട്ടികളുമായിട്ട് എനിക്ക് നേരത്തെ തന്നെ IGC NCCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പബ്ലിക് ഡേ പരേഡിന് കൊണ്ടുപോകാനായിട്ടുള്ള ഒരുക്കം, അതിന് IGC എന്ന് പറയും, ഇൻ്റർ ഗ്രൂപ്പ് ബറ്റാലിയൻ കോമ്പറ്റീഷൻ, ഇൻ്റർ ഗ്രൂപ്പ് ഡയറക്ടറേറ്റ് കോമ്പറ്റീഷനാണത്. അതിലേക്ക് ലക്ഷദ്വീപ് കുട്ടികൾ ആദ്യകാലത്തൊക്കെ 2006 ശേഷം ഒരു 10 വരെ കുട്ടികൾ, 10, 12, 13 വരെ ധാരാളം വരുമായിരുന്നു. അതിനുശേഷം കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ANOസും അവിടെ വന്ന് ക്യാമ്പ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ അവർക്ക് അതിനുള്ള ചാൻസ് കിട്ടാറില്ല ഇടയ്ക്ക്. പിന്നെ ഇപ്പോൾ 2 വർഷം 3 വർഷമായി പിന്നെയും കുട്ടികൾ വന്നു തുടങ്ങി. പണ്ട് 2016 എൻ്റെ കൂടെ ഡൽഹിയിൽ വന്നവരുമായിട്ട് ആ കുട്ടികളുമായിട്ട് എനിക്ക് ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. സുഹൈൽ, വഹാബ്, ഞങ്ങൾ ഇപ്പോഴും നല്ല കൂട്ടുകാരാണ്. അവരിപ്പോഴും വിളിക്കും, മാഡം ഞങ്ങൾക്ക് ദ്വീപിൽ വരുമ്പോൾ സംസാരിക്കും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ 2016 മെയ്യിലാണ് ലാസ്റ്റ് വന്നത്. അന്നത്തേക്ക് കുറേ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ധാരാളം വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ സർക്കാരിൻ്റെ സഹായങ്ങളും അതൊക്കെ കൊണ്ട് ധാരാളം ഇവിടെ മാറ്റങ്ങൾ നന്നായി വന്നിട്ടുണ്ട്. പക്ഷേ ആളുകൾക്ക് മാറ്റം കാണുന്നില്ല എന്നുള്ളത് വലിയ സന്തോഷം. കാരണം അവർ ഭയങ്കര ഇന്നസെൻ്റ് ആണ്. അവർ ആരെ കണ്ടാലും ചിരിക്കും. നമ്മൾ വെറുതെ നടന്നു പോകുമ്പോൾ വായോ വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ട് പോവാം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും കാണാൻ പറ്റാത്തൊരു കാര്യമാണ് അത്. കാരണം എല്ലാവരെയും സംശയദൃഷ്ടിയോട് കൂടിയാണ് നമ്മുടെ നാട്ടിലുള്ള കരയിലുള്ള ആൾക്കാർ നോക്കുക. അവർക്ക് അങ്ങനെ ഒന്നേ ഇല്ല. അവർ എപ്പോഴും വളരെ തുറന്ന മനസ്സോടുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യും. അവർ പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഇൻട്രോവേർട്ടാണ്. കാരണം അവർക്ക് പേടിയാണ് മറ്റൊരു നമ്മൾ കരയിൽ വന്ന് എന്താണ്, നമ്മൾ എന്ത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടാവോ ഇല്ലയോ, എന്താണ്, എങ്ങനെയാണ് ഈ കരയിലെ ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചെറിയ സംശയം മാത്രമാണ് അവർക്കുള്ളൂ. ഇപ്പോഴും ഞാൻ IGCയിൽ എൻ്റെ 2 കുട്ടികളുണ്ടായിരുന്നു. അമാനത്ത് അലി ഇപ്പോൾ ഡൽഹിക്ക് പോയിട്ടുണ്ട്. അമാനത്ത് അലി, അതുപോലെ നിഫാന കേട്ടണിൽ, അമാനത്ത് അലി അൻഡ്രോത്ത് എന്ന് വന്ന്, കൽപ്പേനിയിൽ നിന്ന് വന്ന് നല്ല കുട്ടികളാണ്. അവർ വളരെ നന്നായിട്ട് പാരൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യം 4 കുട്ടികളെങ്ങാണ്ട് ഡൽഹിക്ക് സെപ്പറേറ്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ PM റാലിയായിട്ട്. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ മനുഷ്യരും ഈ മാഡം, അതായത് നമ്മുടെ പഞ്ചാബ് മാഡം പറഞ്ഞ പോലെ ഷിപ്പ് യാത്രയും അതുപോലെ തന്നെ ലക്ഷദ്വീപും, കേരളത്തിൻ്റെ അറ്റത്തുള്ള ഈ ലക്ഷദ്വീപും കണ്ടിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനിയും ചാൻസ് കിട്ടുകയാണെങ്കിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടുത്തെ ആൾക്കാരുമായിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിങ്കിൾ ചെയ്ത് നിങ്ങളെപ്പോലെയുള്ള ആളുകളുമായിട്ട് കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യണം, ഇവിടുത്തെ കൾച്ചർ മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം. അതെ, കുട്ടികളെ ഇന്നലെ സാറും പറഞ്ഞു, അതുപോലെ തന്നെ ഇതിന് മുന്നേ വന്നപ്പോൾ ഒരു പ്രിൻസിപ്പൾ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങളിവിടെ എല്ലാം ആസ്വദിക്കാൻ വരുന്നു, പക്ഷേ ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു പ്രാവശ്യം 1 2 പ്രാവശ്യമാണ് ആകെ ഈ RDക്ക് പോകുന്ന 1 2 കുട്ടികൾ മാത്രമാണ് കരയിലെ സുഖ സൗകര്യങ്ങൾ മനസ്സിലാക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും. അത് കുറേ കൂടെ ഗവൺമെൻറ് മാറ്റം വരുത്തണം എന്നാണ് പറയാൻ. ഇവിടെയുള്ള
കുട്ടികളെ, അതായത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ ജാസ്തിയായിട്ട് നിറയെ പറ്റാവുന്നത്ര കുട്ടികളെ കരയിലേക്ക് വരാനുള്ള ചാൻസ് ഇനിയും കൊടുത്ത് സഹായിക്കണമെന്ന് ഗവൺമെൻറ്റിനോടും ഇവിടെയുള്ള നെവലാണല്ലോ ഇവിടെയുള്ളത് അവരോടും ഒരു റിക്വസ്റ്റാണ്. കാരണം കുട്ടികൾക്ക് മാക്സിമം എവിടെയുള്ള കുട്ടികളാണ് ഇന്ന പ്രത്യേകിച്ചും കര കാണാത്ത കുട്ടികൾക്ക് കൂടുതൽ ചാൻസ് കൊടുക്കണമെന്ന് ഒരു അഭിപ്രായം കൂടെ ഉണ്ട് നമ്മുടെ മേലുദ്യോഗസ്ഥരോട്. എന്തായാലും ലക്ഷദ്വീപിലെ എല്ലാ ആളുകൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വ്ളോഗറായിട്ടുള്ള അദ്ദേഹത്തിനും മണൽ സാറിന് ധാരാളം പരിചയമുണ്ട്. എന്തായാലും സാറിനും എല്ലാം വളരെ സന്തോഷം. ഇങ്ങനെ ഇനിയും വരാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വരും. സ്കൂബയും സ്നോർക്കിങ്ങും കയാക്കിങ്ങും ഒക്കെ ചെയ്യണമെന്ന് അന്നും ചെയ്തു, ഇന്നും നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു. താങ്ക് യു. हेलो, आई एम जीसाई प्रियंका फ्रॉम गुजरात डायरेक्टरेट। सबसे पहले मेरा यहाँ का एक्सपीरियंस बहुत सुपर, बहुत ऑसम। उतना एक्सप्रेस करने के लिए मेरे पास एग्जैक्ट वर्ड नहीं मिल रहा है। सबसे बड़ी बात, मैं यहाँ पर आई इन सबकी मेहनत की वजह से, क्योंकि मेरा कैंसिल हो गया था आने के लिए, बट ऑल थैंक्स टू मैम, एवरीवन फ्रॉम हर यूनिट। एंड यहाँ आने के बाद सबसे अच्छा एक्सपीरियंस हुआ मेरा शिप का। शिप में बहुत मज़ा आया के साथ में। हम रात भर 1 बजे तक ऊपर बैठे थे अकेले, कोई नहीं था, शांति से बैठे थे, बहुत मज़ा आया। सबसे बेस्ट मोमेंट वो था यहाँ आने के बाद स्कूबा डाइविंग, स्नॉर्कलिंग, वो सारी चीज़ें की जो मैंने कभी सोची भी नहीं थी। मैं नॉर्मली स्विमिंग पूल में उतरती भी नहीं हूँ, मुझे इतना डर लगता है पानी से। वाटर राइड तो मैं कभी नहीं करती क्योंकि मुझे डर लगता है मैं अंदर गई तो बाहर नहीं आ पाऊँगी, बट वो सारी चीज़ें मैंने यहाँ पर की, तो वो बहुत अच्छा एक्सपीरियंस था। और इसके बाद मुझे लोग अच्छे मिले, बहुत अच्छे लोग मिले। प्रसन्ना मैम, माया मैम, ये विनीता मैम, ये दोनों मैम, बहुत अच्छा लगा इनके सबके साथ में। ऐसे आउटसाइडर फील नहीं कराया, तो दैट्स इट फ्रॉम माय साइड। थैंक यू। നമസ്കാരം, ഞാൻ GCI പ്രസന്ന, 23 കേരള ബറ്റാലിയൻ. ഫസ്റ്റ് ടൈമാണ് SNIC വരുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഷിപ്പിലുള്ള ജേർണി. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് മെൻഷൻ ചെയ്യാതെ പോകാൻ ഒരിക്കലും പറ്റില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, ഒരു പ്രാവശ്യം ഒരു ജസ്റ്റ് ബീച്ചിലൂടെ പോയായിരുന്നു. അവിടെ ഒരാൾ പറഞ്ഞ് ഒരു വീടിൻ്റെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് നോക്കിയുള്ളൂ. അവർ പറയാം ഒരു വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ട് പോകാൻ. നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ആൾക്കാർക്ക് ചായ വേണമെന്ന് ചോദിക്കണ മെയിൻ ലാൻഡിൽ വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ചായ വേണമെന്ന് ചോദിച്ച് കൊടുക്കുന്ന ആ ഒരു സംസ്കാരത്തിൽ അതിൽ നിന്ന് അങ്ങനെ കണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ വെറുതെ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ചായ വേണോ. പിന്നെ ഇവിടുത്തെ എല്ലാവരും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. നല്ലൊരു മൈൻഡ് സെറ്റ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ സ്കൂബ ഡൈവിങ്, സ്നോർക്കലിംഗ്, എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും ഭയങ്കര നല്ലതായിരുന്നു. സൂപ്പർ. ഒരു പ്രാവശ്യമെങ്കിലും ലക്ഷദ്വീപ് കാണാതെ അത് കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാവും. ഭയങ്കര നല്ല. നമ്മൾ പൈസ നമുക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വേർത്തിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ലക്ഷദ്വീപ് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്ലാൻ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്ത് നമ്മളുടെ ഫിനാൻഷ്യൽ കുറച്ച് വേണം. അപ്പോൾ അതൊന്നും കൂടി ചെയ്ത് പ്ലാൻ ചെയ്തതാണ് ഏറ്റവും നല്ലത്. നമുക്കതൊരു ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല. അത്രയും നല്ല അനുഭവമായിരുന്നു. താങ്ക് യു. എൻ്റെ പേര് ക്യാപ്റ്റൻ ശരചന്ദ്രൻ, 24 കേരള ബറ്റാലിയൻ. ഇതിൻ്റെ ഫസ്റ്റ് SNIC ക്യാമ്പാണ് ലക്ഷദ്വീപിൽ. എന്താ പറയുക, ആദ്യം ക്രിസ്മസ് വെക്കേഷൻ പോകുമല്ലോ എന്നുള്ള ഒരു ടെൻഷനിലാണ് ഞാൻ ഈ ക്യാമ്പിലേക്ക് വന്നത്. പക്ഷേ ലക്ഷദ്വീപ് വന്നപ്പം എല്ലാം മറന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇതൊരു ലോകമാണ്. ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് കേരളം ആണെന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഗോഡ്സ് ഓൺ കൺട്രി ഇവിടെയാണെന്നാണ് തോന്നുന്നത്. ഇത്ര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ ആളുകളെല്ലാം പൊള്ളിയാണ് ശരിക്കും. ഭക്ഷണമായാലും ക്യാമ്പിൽ. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് 23 കേരള ബറ്റാലിയൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ക്യാമ്പ് ചെയ്യുന്നത്. എല്ലാവരും ഇപ്പം സുഹൃത്തുക്കളായി എന്നുള്ളതാണ്. ഈ മാമൊക്കെ 94 ക്യാമ്പ് ചെയ്ത ഒരാളാണ് എന്നൊക്കെ ഞാൻ ഈ അറിയുന്നത് ഇവിടെ വന്നിട്ടാണ്. ഇവരെയൊക്കെ നമ്മളൊക്കെ തൃശ്ശൂരുകാരാണ്, പക്ഷെ ഞങ്ങൾ പക്ഷെ ഞങ്ങള് ലക്ഷദ്വീപിൽ വന്നിട്ടാ. ശരിക്കും അത് ഇതിന്റെ ഒരു മാജിക് ആണെന്ന് തോന്നുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും മൈൻഡൊക്കെ ഞങ്ങളുടെ ഭയങ്കര ഫ്രീ ആയി, റിലാക്സ് ചെയ്ത്. ഞങ്ങളിത് ഇപ്പം ഇവിടെ നിൽക്കുകയാണ്, സീഷോറിൽ നിൽക്കുകയാണ്. എന്തോ അറിയില്ല, ഒരു വല്ലാത്തല്ലോ അല്ലെ, സന്തോഷത്തിന്റെ ലോകത്താണ്. ഇന്നലെ ഒരു കേഡറ്റ് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എനിക്കതൊരു മാറ്റം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് സാറ് ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. ശരിക്കും സത്യമാണത്. അതാണ് ഈ സന്തോഷമാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറയുന്നത്. പിന്നെന്താ പറയുക, ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് പല ഡയറക്ടറേറ്റിൽ നിന്നുള്ള കുട്ടികളെ പരിചയപ്പെടാൻ പറ്റി. എല്ലാവരും നല്ല മിടുക്കരായ കുട്ടികൾ, അവരുടെ പെർഫോമൻസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് എല്ലാം അറിഞ്ഞു. അതാണ് ഈ ക്യാമ്പിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതാണ് SNICയുടെ പ്രത്യേകത, അതാണ് ലക്ഷദ്വീപിൻ്റെ പ്രത്യേകത. വി ഓൾ ലവ് യു. ലക്ഷദ്വീപിലേക്ക് ഇനിയും വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ എല്ലാവരും വരും. വി ലവ് ലക്ഷദ്വീപ്.